മാധവ് സുരേഷ് ഗോപിയുടെ മോൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടേക്കുന്നു. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ടുണ്ട്. എന്റെ ഓൺലൈൻ ഭാര്യ എന്നാണ് മീനാക്ഷിയെ വിളിക്കാറ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇതൊക്കെ അവരോട് വിളിച്ച് എന്തെങ്കിലും സംസാരിക്കുക ചെയ്യേണ്ട കാര്യമില്ല. ഇത് പബ്ലിക് എന്ന് പറയണോ? ഈ പെണ്ണിനോട് അവൻ എന്ത് ഓൺലൈൻ ഭർത്താവാണ് പോലും. നീ ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഓൺലൈൻ ഭർത്താവ്, പിന്നെ ഓൺലൈൻ കുഞ്ഞുങ്ങളുണ്ടാവും, പിന്നെ ഓൺലൈൻ ഡിവോഴ്സ് നടക്കും. അതായത് അപ്പന്റെ പേര് വേണോ, അല്ല അപ്പനെ ആക്കി അതുകൊണ്ട് പ്രേക്ഷകർ എന്നെ ചെയ്താൽ ഞാനും ആകും എന്നൊക്കെ പറയുന്ന മണ്ടത്തരൊക്കെ എങ്ങനെ പറയുന്നേ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. സുരേഷ് ഗോപിയുടെ അപ്പൻ ആരാന്നു? സുരേഷ് ഗോപിയുടെ അപ്പന്റെ ക്രെഡിറ്റ് ആണോ സുരേഷ് ഗോപി കിട്ടിയേക്കുന്നത്? ഇവന് ചിന്തിക്കാനുള്ള ബോധം. എന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ. അതാരാ? അല്ലെങ്കിൽ താൻ ഉണ്ടാവില്ലല്ലോ. നിനക്ക് നാണമാവുന്നില്ല ഇതൊക്കെ വന്ന് പറയാൻ? നിനക്ക് അതിനുള്ള അതിന് പോലും ഉളുപ്പില്ലേ? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. വിവരക്കേടാ പറയുന്നത്. വിവരക്കേടാ ഇതൊക്കെ മഹാവിവരക്കേടാ. വിവരമുള്ള ആൾക്കാരുടെ വർത്താനം ഇങ്ങനെ അല്ല. വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ? ഇപ്പൊ ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ് തന്നെ കണ്ടിട്ടില്ലേ? വാളാവാൻ വരരുത്, ഇതാ പരിപാടി. അയാളുടെ മോനാ, മറക്കണ്ട. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? പിന്നെ മറ്റേ ബ്രാഹ്മണനാവാനൊക്കെ താല്പര്യം ഉണ്ടോന്ന് ആർക്കറിയാം? വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.